ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ അങ്ങനെ ഞാൻ നേരെ നമ്മുടെ മൈസൂർക്ക് പിടിച്ച് നമ്മുടെ സെയിം കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിൽ സ്റ്റേഷനൊക്കെ കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയാണ്. രാവിലെ 11 മണിയാണ് സമയം. അപ്പോൾ ഇന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഒരു സെറ്റ് മട്ടൺ കിട്ടണ സ്പോട്ട്. ആദ്യം തന്നെ ഈ ഒരു മട്ടൺ ബിരിയാണി പറഞ്ഞു. അതിൻ്റെ കൂടെ ഈ ഒരു മട്ടൺ ഫ്രൈയും കിടിലം കോംബോ ആയിരുന്നത്. കൂടെ ഒരു മട്ടൺ ചാപ്സും കൂടെ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കി. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്പോട്ടായിരുന്നത്. ലക്ഷ്മൺ മെസ്സാണ് ഹോട്ടലിൻ്റെ പേര്. അത് കഴിഞ്ഞ് ഞാൻ പോയി നമ്മുടെ കാർ മ്യൂസിയം പാലസ് ഒക്കെ കണ്ട്. പാലസിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഭയങ്കര തിരക്കായിരുന്നു വൈകുന്നേരം ടൈം ആയപ്പോൾ. പക്ഷേ പുറത്തുള്ള ഓരോ ഫ്രെയിംസും എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഗുരു സ്വീറ്റ്സ്, ഇതാണ് നമ്മുടെ മൈസൂർ പാക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയ സ്ഥലം. ഒടുക്കത്തെ തിരക്കായിരുന്നു. ഞാൻ നമ്മുടെ OG മൈസൂർ പാക്കും ഗീ പാക്കുമായിരുന്നു അവിടെ നിന്ന് വാങ്ങിയത്. കൊള്ളായിരുന്നു. ഇവിടുത്തെ ഒതന്റിക് സാധനമായതുകൊണ്ട് കഴിക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. ഇനി ഒരു മൈസൂർ സ്പെഷ്യൽ ദോശ കഴിക്കാം. മൈലാരി ദോശ, ബട്ടറിൽ കുളിച്ചൊരു ദോശ എന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ടേസ്റ്റ്. വൺ ടൈം ഒന്ന് കഴിച്ചു നോക്കാം, ഇഷ്ടപ്പെടും. അങ്ങനെ എൻ്റെ ഒരു സിമ്പിൾ മൈസൂർ ഫുഡ് ടൂർ അവസാനിച്ചു. സ്റ്റാൻഡിൽ മെല്ലെ മെല്ലെ ഞാൻ എത്തി തിരിച്ചുള്ള ബസ്സിന്. നമ്മുടെ ഐരാവതൊക്കെ കിടപ്പുണ്ട് ഇവിടെ. ഇതാണ് നമ്മൾ പോകുന്ന സ്പെഷ്യൽ പാസോട് കൂടി ബന്ദിപ്പൂർ ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ പോകുന്ന മിഡ് നൈറ്റ് KSRTC ബസ്. കൊടുങ്കാട്ടിൽ നമ്മുടെ ഒറ്റ വണ്ടി മാത്രം ഈ സമയത്ത്. ബാക്കി വണ്ടിയൊക്കെ 9 മണിക്ക് ശേഷം കടത്തി വിടത്തില്ല ഈ വഴി. ഒരു ആനിമൽ ക്രോസിംഗ് ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭാഗത്തിന് ഒന്നുമേ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു മാനിനെയൊക്കെ സൈഡിൽ കണ്ടു, അത്രേ ഉള്ളൂ. അതും കേരളത്തിൽ എത്തിയിട്ടായിരുന്നു. നമ്മുടെ മുത്തങ്ങ സൈഡിൽ, ബന്ദിപ്പൂർ സൈഡിൽ ഒന്നുമേ ഇല്ലായിരുന്നു. ഒരു 1:30 ആയപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരി എത്തി. ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് ഞാൻ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോൾ നമ്മുടെ കോഴിക്കോട് എത്തി. അപ്പോൾ നിങ്ങളുടെ മൈസൂർ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു സ്റ്റോറിയിൽ കാണാം.